ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതത്തില് മോർണിംഗ് മനയുമായി നിൽക്കുവാൻ സ്വർഗം അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ മോർണിംഗ് മനയുടെ നമുക്ക് നൽകി തന്നിരിക്കുന്ന വിഷയം സ്നേഹനിധിയായ പിതാവിനാൽ വഹിച്ചു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് സ്നേഹത്തിൽ വസിക്കണമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ്. അപ്പോൾ സ്വർഗീയ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചതായ വലിയ ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ട് പിതാവിനോടുള്ള ആ വലിയ സ്നേഹത്തെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടതകളും ഒക്കെയും സഹിച്ചുകൊണ്ട് സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുവാൻ തക്കവണ്ണം മനസ്സുള്ളവനായി തീർന്നുകൊണ്ട് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലായിരിക്കുന്ന സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി കാൽവരി ക്രൂശിൽ ഈ യാഗമരണം അർപ്പിക്കുകയും 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ പിതാവിനോടുള്ള ആ വലിയ സ്നേഹം അവിടെ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയില് സ്വർഗീയ പിതാവിന്റെ ഹിതം അനുസരിച്ചാണ് ചെയ്തത്. തന്റെ മലയിലേക്കുള്ള ക്രൂശുമരണ ശുശ്രൂഷ അല്ലെങ്കിൽ അതൊക്കെയും ആ പീഡകളൊക്കെയും ഏറ്റത് പിതാവിന്റെ ആ ഇഷ്ടം നിറവേറ്റുവാൻ തക്കവണ്ണമായിരുന്നു. അതുപോലെ ദൈവമക്കളായിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. ഞാൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയതുപോലെ നിങ്ങളും എൻ്റെ ഇഷ്ടം നിറവേറ്റണമെന്ന്, അങ്ങനെ പിതാവിന്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്നാണ് ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നാം ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് ദൈവം മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജഡത്തിന്റെ ചിന്തകള് ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന്, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല എന്ന് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മോട് പറയുകയാണ്. അപ്പോൾ ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിച്ചുകൊണ്ട് ആത്മീയ വരങ്ങൾക്കും ആത്മീയ ചിന്തകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ഉള്ള വലിയ സ്നേഹത്തെ പ്രകടമാക്കുവാൻ തക്കവണ്ണമാണ് എന്നെയും നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ രൂപാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വലിയനായ ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് നിന്റെ വാർദ്ധക്യത്തിലും നിന്റെ മുടി നരച്ചിരിക്കുന്നതായ അനുഭവത്തിലും നിന്റെ ബലം ക്ഷയിക്കുമ്പോഴും ഒക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മെ കരങ്ങളില് വഹിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ചുമക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നരയ്ക്കിപ്പം മുതൽ അല്ലെങ്കിൽ തുടർന്നുള്ള നരയോളം ഏത് സമയം നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ വെച്ച് തീരുന്നുവോ ആ സമയം വരെയും ഞാൻ നിന്നെ ചുമക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഒരാളെ ചുമക്കേണ്ടതായ അവസ്ഥ എപ്പോഴാണ് വരുന്നത്? ആ വ്യക്തിക്ക് നടക്കാൻ പറ്റാത്തതായ അനുഭവം, അല്ലെങ്കിൽ രോഗക്കിടക്കയിലായിരിക്കുന്നതായ അനുഭവം, മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ആയിരിക്കുമ്പോൾ നാം പിതാവിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ, കർത്താവേ എനിക്ക് കഴിവില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, എന്റെ ജീവിതത്തിന്റെ പിന്നില് പലവിധമായ പ്രതിസന്ധികള് പ്രശ്നങ്ങള് മിന്നൽ നിൽക്കുമ്പോൾ നാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെയും സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും പിതാവ് നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ചുമക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളെ ചുമക്കുവാൻ കഴിവുള്ളവൻ, ബലമുള്ള കൈ കീഴില് നമ്മൾ പ്രിയമുള്ളവരെ ഇന്ന് പ്രഭാതത്തിലായിരിക്കുകയാണ്. അപ്പോൾ ആ ബലമുള്ളവന്റെ കയ്യിൽ താഴ്ന്നിരുന്നു കൊണ്ട് തീർച്ചയായും നാം മുന്നോട്ട് പോകുന്നെങ്കിൽ സ്വർഗം നമ്മെ ഉയർത്തുവാൻ ദൈവത്തിന്റെ മഹാകരുണയും സ്നേഹവും നമ്മുടെ മേൽ ഏത് സമയത്തും ഉണ്ട് എന്ന് യെശയ്യാപ്രവചനം 46-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ നമ്മൾ ഞാൻ നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മെ ചുമക്കുവാനും നമ്മെ കാത്തു പരിപാലിക്കുവാനും ദൈവദൂതന്മാരാൽ കാവലും സൂക്ഷിപ്പും ഇട്ടുകൊണ്ട് ദുഷ്ടന്റെ സകലവിധ പരീക്ഷണങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ഒക്കെയും നമ്മെ സംരക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം, ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച ദൈവം തുടർന്നും നമ്മുടെ ജീവിത യാത്രയില്, ആത്മീയ ജീവിത യാത്രയില്
നമ്മെ കാത്തു പരിപാലിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും കർത്താവിന്റെ സന്നിധിയിൽ അപ്രകാരം ആയിരിക്കുന്നതായ ഒരു വലിയ അനുഭവം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18-19 വായിക്കുമ്പോൾ ഇപ്രകാരമാണ്: സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന വ്യക്തി സ്വർഗരാജ്യത്തിൽ എങ്ങനെ ആയിരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ വലിയവനാണ് എന്ന് ആകുവാൻ ഇടയായിത്തീരും, വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ തീർച്ചയായും അവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു നാളും മാറ്റം വരത്തില്ല. ഈ ആകാശവും ഭൂമിയും ഒക്കെയും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം, അത് അതേപടി അനുസരിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ വലിയവനാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദൈവത്തിന്റെ കൽപ്പന പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ കൃത്യമായി അനുസരിച്ചാൽ മതി. സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്നാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ അവന്റെ സ്നേഹത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിന് സ്വർഗത്തിലെ ദൈവം ഈ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്വർഗീയമായ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിക്കുകയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയധികം ദൈവത്തോടുള്ള സ്നേഹം നമ്മെ പ്രകടിപ്പിക്കുവാൻ ഏക മാർഗം എന്ന് പറയുന്നത് അവന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ പ്രഭാതത്തില് നമ്മെ തിരുവചനത്തിലൂടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നാം ഒരു പിതാവിന്റെ ഇഷ്ടം അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പിതാവിനോടൊരു ഇഷ്ടത്തെ നിറവേറ്റിയത്. അതുപോലെ നമ്മളും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള വലിയ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് ഈ പ്രഭാതത്തില് എന്നെക്കുറിച്ചും നമ്മളെ ഓരോരുത്തരെ കുറിച്ചും സ്വർഗം ആഗ്രഹിക്കുകയാണ്. അത് വേണ്ടവണ്ണം പാലിക്കുവാൻ, വേണ്ടവണ്ണം അനുസരിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിന്റെ മാംസവരയിൽ അവന്റെ കൽപ്പനകളെ പതിയുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള മനസ്സുമായി ദൈവത്തിന്റെ പാദപീഠത്തിൽ നാം ഓരോരുത്തരും താന്നിരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തില് വലിയവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ അല്പസമയം നമ്മൾ ദൈവസന്നിധി ധ്യാനിച്ചുകൊണ്ട് അപ്രകാരം ആയിരിക്കുമ്പോൾ സ്വർഗം നമ്മെ നിശ്ചയമായും ആത്മീയമായും ഭൗതികമായി അനുഗ്രഹിക്കും. ആ ദൈവത്തിന്റെ വലിയ സ്നേഹം, കരുണ, ദയ ഒക്കെയും നമ്മുടെ കൂടെ ഇരുന്ന് അതിശയമായി ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി നിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിലെ ഒരു നല്ല ആലോചന തിരുവചനത്തിൽ നമുക്ക് കേൾപ്പിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവന്റെ കൽപ്പനകളെയൊക്കെയും പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ കൂട്ടത്തില് ഞാനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഓരോരുത്തരും ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗം ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പിതാവിനോടുള്ള സ്നേഹം യേശുക്രിസ്തു നിർവഹിച്ചതുപോലെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും നമുക്കും നിറവേറ്റുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള മനസ്സുമായി അവന്റെ പാദപീഠത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്നെങ്കിൽ സ്വർഗം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. ആ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഇന്ന് തിരുവരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ആരെങ്കിലും രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ അങ്ങയുടെ വചനം വെച്ച് പൂർണ്ണമായി സൗഖ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.